എങ്ങനെയാണ് വുളു എടുക്കുന്നതിന്റെ രൂപം? വുളു എടുക്കുന്നതിന്റെ രൂപത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സ്വഹാബാക്കൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വുളൂഇനെ സംബന്ധിച്ച് വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അതിൽ ഒരു ഹദീസ് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അൻ ഹുംറാൻ റളിയല്ലാഹു തആല അൻഹു അന്ന ഉസ്മാന റളിയല്ലാഹു തആല അൻഹു ദഅ ബിവുളൂഇൻ ഫഗസല കഫൈഹി ثلاث مرات ثم تمضمض واستنشق واستنثر ثم غسل وجهه 3 مرات ثم غسل يده اليمنى إلى المرفق 3 مرات ثم اليسرى مثل ذلك ثم مسح برأسه ثم غسل رجله اليمنى إلى الكعبين 3 مرات ثم اليسرى مثل ذلك ثم قال رأيت رسول الله صلى الله عليه وسلم توضأ نحو وضوئي هذا متفق عليه. അഥവാ ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള സഹീഹായ ഹദീസാണ് എന്നർത്ഥം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ദഅ ബിവുളൂഇൻ, വുളു ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഒരാളോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അത് വുളു ഉണ്ടാക്കാനുള്ള വെള്ളം അടുത്തെത്തിയപ്പോൾ ഇദ്ദേഹം വുളു പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആളുകൾക്ക്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. അങ്ങനെ ആദ്യം അദ്ദേഹം ഫഗസല കഫൈഹി, അദ്ദേഹത്തിന്റെ 2 മുൻകൈകൾ കഴുകി 3 മറാത്ത്, 3 പ്രാവശ്യം. സുമ്മ തമളമള, പിന്നീട് അദ്ദേഹം വായിൽ വെള്ളമാക്കി. വസ്തൻശഖ, മൂക്കിൽ വെള്ളം കയറ്റി. വസ്തൻസറ, എന്നിട്ട് ആ വെള്ളം ചീറ്റിക്കളഞ്ഞു. സുമ്മ ഗസല വജ്ഹഹു, പിന്നീട് മുഖം കഴുകി. 3 മറാത്തിൻ, 3 തവണ. ഇവിടെ വായിൽ വെള്ളം കയറ്റി, അതേ വെള്ളമാക്കി, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി എന്നുള്ളത് മറ്റൊരു ഹദീസിൽ കാണാം. ഫമളമള വസ്തൻശഖ മിൻ കഫ്ഫിൻ വാഹിദിൻ യഫ്അലു ദാലിക 3. ഇതും മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. നബി ഇങ്ങനെ ഫമളമള വസ്തൻശഖ മിൻ കഫ്ഫിൻ വാഹിദിൻ, ഒരൊറ്റ കൈയിൽ തന്നെ, ഒരൊറ്റ കോരളിൽ തന്നെ എടുത്തുകൊണ്ട് ഒരേ സമയത്ത് ഒരൊറ്റ കാര്യം തന്നെ ഒരേ കയ്യിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചെയ്തു. അഥവാ വായിൽ വെള്ളാക്കാൻ ഒരു കൈയും പിന്നൊന്ന് എടുത്തിട്ട് മൂക്കിൽ വെള്ളം അങ്ങനെ കയറ്റി ചീറ്റുന്ന പരിപാടി ആ വസ്വാസ് കാണിക്കേണ്ടതില്ല. ഒരൊറ്റ കോരൽ കൊണ്ട് തന്നെ വായിലാക്കലും മൂക്കിലാക്കലും കഴിഞ്ഞിരുന്നു. യഫ്അലു ദാലിക 3, ഇതും 3 ആവർത്തി ചെയ്തിട്ടുണ്ട്. പിന്നീട് സുമ്മ ഗസല വജ്ഹഹു 3 മറാത്തിൻ, അവിടുത്തെ മുഖം 3 തവണ കഴുകി. സുമ്മ ഗസല യദഹുൽ യുംനാ ഇലൽ മിർഫഖി 3 മറാത്തിൻ, പിന്നീട് വലത് കൈമുട്ട് വരെ 3 പ്രാവശ്യം. സുമ്മൽ യുസ്റാ മിസ്ല ദാലിക്, ഇടത് കൈയും അതേപോലെ തന്നെ. സുമ്മ മസഹ ബിറഅസിഹി, പിന്നീട് അവിടുന്ന് തല തടവി. തല തടവുന്നതിന്റെ രൂപത്തെ സംബന്ധിച്ച് ശേഷമുള്ള ഹദീസുകളിൽ കാണാം. സുമ്മ ഗസല റിജ്ലഹുൽ യുംനാ ഇലൽ കഅബൈൻ, വലത് കാൽ നെരിയാണി വരെ കഴുകി 3 പ്രാവശ്യം. സുമ്മൽ യുസ്റാ മിസ്ല ദാലിക്, ഇടത്തെ കാലും അതേപോലെ തന്നെ കഴുകി. സുമ്മ ഖാല, പിന്നീട് അവിടുന്ന് പറഞ്ഞു. ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല ഇതേ രൂപത്തിൽ വുളു ഉണ്ടാക്കി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവല്ലഅ നഹ്വ വുദൂഇ ഹാദാ, ഇതാ ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള ഈ വുളു ഇല്ലേ, ഇതേ രൂപത്തിൽ അവിടുന്ന് വുളു ചെയ്യുന്നതായി, അഥവാ അല്ലാഹുവിന്റെ പ്രവാചകൻ വുളു ചെയ്യുന്നതായി ഞാൻ കണ്ടിരിക്കുന്നു എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഇതേപോലെ തന്നെ പല സഹാബിമാരും യാതൊരു വ്യത്യാസവുമില്ലാതെ ഇതേ നിലക്ക് തന്നെ കണിശത പാലിച്ചുകൊണ്ട് വുളു എടുത്തതായി ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ അവയൊന്നും എടുത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. ഇതിലൊന്നും ഒരഭിപ്രായ വ്യത്യാസവുമില്ല എന്നർത്ഥം. നമ്മൾ മുഖം കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, കൈ കഴുകുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമ്മൾ പാത്രത്തിൽ നിന്ന് കൈയിട്ട് ഊതെടുക്കാൻ പല ആൾക്കാർക്കും പേടിയാണ്. അതൊരു വസ്വാസാണ്. എങ്ങനെ? ഒരിത്തിരി 2 കുല്ലത്ത് വെള്ളം വേണം പറഞ്ഞാൽ ഒരുപാട് വെള്ളം വലിയ ഹൗദിൽ മാത്രമേ കൈയിട്ട് അതിന് കൈ മുക്കിയിട്ട് ഊതെടുക്കാൻ പറ്റുള്ളൂ എന്നൊരു ധാരണ ആളുകൾക്കിടയിലുണ്ട്. സത്യത്തിൽ നമുക്ക് ഒരു ചെറിയ ബക്കറ്റിൽ നിന്ന് പോലും അതിൽ കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് ഒഴിച്ചുകൊണ്ട് നമുക്ക് വുളു എടുക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമ്പോൾ നബി എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് കൈ നമ്മൾ എന്ത് ചെയ്യണം? ബക്കറ്റോ അല്ലെങ്കിൽ പാത്രം കൊണ്ട് ചരിച്ചിട്ട് പുറത്തേക്കാക്കിയിട്ട് 2-3 പ്രാവശ്യം കൈ കഴുകണം. എന്നിട്ട് ശുദ്ധമായ കയ്യെ ആ വെള്ളത്തിൽ ഇടാവൂ എന്നർത്ഥം. അതിൽ പ്രത്യേകിച്ച് നിയമമുണ്ട്. നിങ്ങളൊരാൾ നിങ്ങളിൽ ഒരാൾ അവന്റെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ കണിശമായും അവന്റെ കൈകൾ 3 പ്രാവശ്യം കഴുകട്ടെ. കാരണം ഫഇന്നഹു ലാ യദ്രി ഐന ബാത്ത് യദഹു, അവന്റെ ഉറക്കിൽ ഇവന്റെ കൈ എവിടെയാണ് രാത്രി താമസിച്ചത് എന്നറിയില്ലല്ലോ. ഒരു പക്ഷേ മാലിന്യങ്ങൾ പുരളാൻ സാധ്യതയുണ്ട്, വിഷജന്തുക്കൾ അരിച്ചു കയറാൻ സാധ്യതയുണ്ട്, ശാരീരികമായും ആരോഗ്യപരമായും മനുഷ്യന് വിഘാതമായ രൂപത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവന്റെ കയ്യിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് ശുദ്ധീകരിക്കുന്ന വെള്ളത്തിൽ തന്നെ നേരിട്ട് കഴുകാതെ അങ്ങോട്ട് കൊണ്ടേയിടരുത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ അതൊന്ന് 3 പ്രാവശ്യം വൃത്തിയാക്കി കഴുകിയിട്ട് വേണം പാത്രത്തിൽ കൈയിടാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇങ്ങനെ കൈ കഴുകി കഴിഞ്ഞതിന് ശേഷം
അങ്ങനെ പാത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുത്തുകൊണ്ട് ഐത്തലിട്ട് കഴുകല്ല, വെള്ളം എടുത്തിട്ട്. ചില ആൾക്കാരുടെ ധാരണ എന്താണ്, തീരെ അതിൽ വെള്ളം നമ്മൾ ആ കൈ കൊണ്ട് കഴുകിയില്ലേ, കഴുകിയാൽ പിന്നീട് ആ ഒറ്റുന്ന വെള്ളം എന്തായി, മുസ്താഴ്മലായ വെള്ളമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മസ്തലുണ്ട്. ഒരിക്കൽ ഉപയോഗിച്ച വെള്ളമായി, അപ്പൊ പിന്നെ ആകെ തുടക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഇത്തിരിയും പറ്റാൻ പറ്റൂല. അപ്പൊ തുടച്ചിട്ട് പിന്നെ ഇന്ന് മുക്കാതൊന്നും പ്രായോഗികമല്ല. ചെറിയൊരു പാത്രത്തിൽ നിന്ന് തൊട്ടിയിൽ നിന്ന് തന്നെ നബി കൊട്ടി കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയും എന്നിട്ട് അത് പുറത്തേക്ക് ചൊരിച്ചിട്ട് കൈ കഴുകുകയും എന്നിട്ട് അതിൽ കൈയിട്ട് പുറത്തേക്ക് വെള്ളം എടുത്തിട്ട് ആ കൈ ഇങ്ങനെ ഇട്ട് ഉദു ഉണ്ടാക്കുകയും ചെയ്തതായിട്ട് സ്വഹീഹായ ഹദീസുകളിൽ കാണാവുന്നതാണ്. അപ്പൊ അത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പിന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റുമ്പോഴും അതേപോലെ തന്നെ വായ വൃത്തിയാക്കുമ്പോഴും അതും 3 പ്രാവശ്യം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. സുമ്മ ഖസല വജ്ഹഹു, മുഖം കഴുകുമ്പോൾ ഹദീസുകളിൽ ധാരാളം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഉളൂഇന്റെ ഓരോ അവയവങ്ങളിലും കൃത്യമായി വെള്ളം എത്തുന്നുണ്ടോ എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗം, ഒരു നഖത്തിന്റെ സ്ഥാനമെങ്കിലും വെള്ളം നനയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്ന് തന്നെ കണിശമായി പ്രവാചകൻ പഠിപ്പിച്ചതായി സ്വഹീഹായ ഹദീസുകളിൽ വരുന്നുണ്ട്. അപ്പൊ മുഖം കഴുകുമ്പോൾ ധൃതിയിൽ നമ്മളങ്ങോട്ട് കഴുകുമ്പോൾ മുഖം കഴുകുന്നതിന്റെ പരിധി നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയെന്നും നെറ്റിത്തടത്തിൽ മുടിമുളക്കുന്ന ആ സ്ഥലം മുതൽ താടിയിൽ വരെയെന്നുമാണ്. അതാണ് നിർബന്ധമായി മുഖത്തിൽ നിന്ന് കഴുകിയിരിക്കേണ്ടത്. നമ്മൾ ധൃതിപ്പെട്ട് കഴുകുമ്പോൾ പലപ്പോഴും കണ്ണുകൾക്കിടയിൽ വെള്ളം എത്താൻ സാധ്യതയില്ല. കണ്ണിന്റെ 2 ഭാഗത്ത്, കണ്ണിന്റെ കുഴിഞ്ഞ കണ്ണുകളുള്ളവരാണ് പ്രത്യേകിച്ച് വെള്ളം എത്തൂല. അപ്പൊ പല പ്രയാസങ്ങളും അത്തരത്തിലുണ്ടാകും. അപ്പൊ ധൃതിയിൽ അങ്ങനെ ഉതിർത്തു പോകുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത്, മുഖത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെള്ളം തട്ടാതെ പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടേണ്ടതാണ്. എന്ന് വിചാരിച്ച് ഇനിയിപ്പോ അതിങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ വെള്ളം എടുത്ത് ഇങ്ങനെ ഓരോ പോയിന്റിലും ഇങ്ങനെ തൊട്ടുവരുത്തി വസ്വാസ് ഉണ്ടാക്കണമെന്നൊന്നല്ല ഈ പറയുന്നത്. കൃത്യമായിട്ട് എല്ലാ ഭാഗവും നനഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കണം എന്നർത്ഥം. അങ്ങനെയാണ് മുഖം കഴുകേണ്ടത്. കൈ കഴുകുമ്പോഴും അതേപോലെ തന്നെ. കൈകാലുകൾ കഴുകുമ്പോൾ ആയത്തിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്, മുട്ടുവരെ, അതേപോലെ തന്നെ നെരിയാണി വരെ എന്നാണല്ലോ. അപ്പൊ ഈ നെരിയാണി ഉൾപ്പെടോ അല്ലെങ്കിൽ കയ്യിന്റെ മുട്ട് ഉൾപ്പെടോ, ഇത് ഒരു വിവാദ വിഷയമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് എങ്ങനെയാണത് കാണിച്ചിരുന്നത്? നുഐം ഇബ്നു അബ്ദുല്ലാഹി മുജമ്മർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വുദൂ ചെയ്യുന്നതായി കണ്ടു. ഫഗസല വജ്ഹഹു ഫഅസ്ബഗൽ വുദൂഅ, മുഖം അദ്ദേഹം പൂർത്തിയായി തന്നെ കഴുകി. അദ്ദേഹത്തിന്റെ വലത്തേ കൈ അദ്ദേഹം കഴുകി ഹത്താ അസ്റാഫിൽ അഖുദി, ഈ ഭാഗത്തേക്ക് മുഴങ്കൈയിലേക്ക് തോൾക്കൈയിലേക്ക് കയറ്റി കഴുകി എന്നർത്ഥം. അപ്പൊ കൈയിന്റെ മുട്ടുപെട്ടു. അതേപോലെ തന്നെ ഹത്താ കാല് കഴുകിയപ്പോ സുമ്മ ഖസല റിജ്ലഹുൽ യുംന ഹത്താ അസ്റാഫി സാഖി, കണങ്കാലിലേക്ക് കയറ്റി കഴുകി. അപ്പൊ നെരിയാണി പെട്ടു. അപ്പൊ ഇത്തിരി കയറ്റി കഴുകുന്നത് എന്ന് വെച്ച് ഇങ്ങോട്ടാകെ കഴുകല്ല, മുട്ടും ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന്റെ ശേഷം ഒരു ഇത്തിരി കയറ്റി കഴുകുന്നത് വളരെ സൂക്ഷിക്കണം. അത് തന്നെയും ഉളു എടുക്കുമ്പോൾ നമ്മൾ കുപ്പായത്തിന്റെ കൈ ഇങ്ങനെ കയറ്റി വെക്കുന്നതിന്റെ പോരായ്മ കാരണത്താൽ പല ആളുകളുടെയും ഈ ഭാഗത്ത് നനയാറില്ല. ഇതൊരു 100% സത്യമാണ് ഈ പറയുന്നത്. നിങ്ങൾ ആരെ പരിശോധിച്ചു നോക്കും, പല ആളുകളും ഉളുവെടുത്ത് പോരുമ്പോ അവരുടെ കൈയിന്റെ ഈ ഭാഗം നനഞ്ഞു കാണാറില്ല. ഇവിടെ ഇത്തിരി വെള്ളം ചേരാൻ പ്രയാസമുള്ള സ്ഥലമാണ്, കൈ ഇങ്ങനെ കുത്തിയിട്ട് തഴമ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആ ഭാഗത്തൊന്നും എത്തിയിട്ടുണ്ടാവില്ല, നനവേ തട്ടിയിട്ടുണ്ടാവില്ല. പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ട് ഉളുവെടുത്ത് ഈ ഭാഗം കൃത്യമായിട്ടുണ്ടായിരിക്കുകയില്ല. അപ്പൊ അത് കൃത്യമായിട്ട് ആ നനയേണ്ട സ്ഥലം നനയാതെ പോയാൽ അത് നമ്മുടെ ഉളൂഇനെ ബാധിക്കും എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വിഷയം കേട്ടുകഴിഞ്ഞതാണ്. പരലോകത്ത് പ്രവാചകന്റെ ഉമ്മത്തിനെ പ്രത്യേകം തിരിച്ചറിയുന്നത് ഒരു പ്രത്യേകമായ ശോഭയുണ്ടായിരിക്കും അവർക്ക് എന്നാണ്. കൈകാലുകളും മുഖവും തിളങ്ങുന്ന ശോഭിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമായിരിക്കും അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തുകൾ എന്ന് പറയുകയുണ്ടായി. എന്താണ് കാരണം? അത് ഉളൂ കാരണത്താലാണ്. അതുകൊണ്ട് അവിടെ നിങ്ങൾ ശോഭ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യണം. അപ്പൊ ഇത്തിരി കയറ്റി കഴുകുന്നത് പുണ്യകരം തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ തല തടവുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് പറയാൻ. ഈ തല തടവുന്നതിൽ എന്തുകൊണ്ടോ പല ആളുകളും പിശുക്ക് കാണിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. നമ്മൾ പണ്ട് മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ പഠിച്ചുപോയി എന്ത്, നിസ്കാരത്തിലെ തല തടവൽ, എങ്ങനെ തലയിൽ നിന്ന് അല്പത്തെ തടവൽ. എന്നിട്ട് ആ പഠിച്ച ആൾക്കാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. എന്ത്, ഉളൂഇന്റെ സുന്നത്ത് പറയുമ്പോൾ ഒന്നാമത് തന്നെ എണ്ണി പറയും. പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തല മുഴുക്കെ തടവൽ എന്ന് പറയും. എന്നാ പ്രാവർത്തികമായിട്ട് ആരും അത് ചെയ്യൂല. എത്രത്തോളം ഏതെങ്കിലും ഒരു പള്ളിയുടെ ഹൗലുങ്കരയിൽ നിന്ന് നിങ്ങൾ തല മുഴുക്കെ തടഞ്ഞെങ്കിൽ ആൾക്കാർ 4 ആളുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്താ കാരണം? മൂപ്പര് പുതിയ ആളാ, മൂപ്പര് ഇപ്പൊ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ അവിടെ, ഒരു ശാഖ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, എന്ത് ISM-ഓ MSM-ഓ KNM-ഓ ഏതൊന്നും, മൂപ്പര് അതിന്റെ ആളാവുന്നു, പുതിയ ആളാ. അപ്പൊ എന്താ,
ഈ ആളെന്നെ പഠിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ തന്നെ പഠിച്ചിട്ടുണ്ട് നിസ്കാരത്തിൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും തല മുഴുക്കെ തടവൽ സുന്നത്താണ്. എന്നാ ഇയാൾ ചെയ്യൂല. ആരെങ്കിലും തല മുഴുക്ക തടിയുടെ ഇങ്ങനെ മൂല്യമാറ്റികൾ ഇങ്ങനെ നോക്കിക്കും, ഇപ്പോ വഹാബിയാണോ ആരാണോ നോക്കാൻ വേണ്ടി. തല മുഴുക്ക തടിയുണ്ടോന്നാ ഒന്നാമത്തെ അടയാളം. പിന്നെ നോക്കണത് എത്ര വട്ടാ തടവിയത് എന്നാണ്. ഒരു വട്ടാണ് എന്നാ പിന്നെ ഉറപ്പന്നെയാണ് ഇയാൾ അതന്നെ. ഇങ്ങനെയാണ് ആളുകളൊക്കെ കൂട്ടല്. എന്നാൽ ഈ രണ്ടിനും പ്രവാചക ചര്യയിൽ തെളിവുള്ളത് ഇങ്ങനെ രണ്ടും ചെയ്യുന്ന ആളുകൾക്കാണ്. ഒന്ന് മുഴുക്കെ തടവുന്നവർക്കും ഒറ്റ പ്രാവശ്യം തടവി മതിയാക്കുന്നവർക്കുമാണ് ഇസ്ലാമിക പ്രവാചകന്റെ ചര്യയും പിൻബലവും ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടവിയ രൂപം? വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ടിം ടിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മുട്ടുണ്ടല്ലോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയിൽ ഒരിക്കലും കാണാൻ സാധ്യമല്ല. തലപ്പാവോ തൊപ്പിയോ ഉണ്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഒരു ഇത്തിരി ഭാഗം ആ തലപ്പാവിന്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് തല തടവും, ബാക്കി തലപ്പാവുമ്പോ പൂർത്തിയാക്കലാ പതിവ്. അപ്പോഴും തടവൽ എങ്ങനെ തന്നെയാണ്? മുഴുവൻ തടയുന്ന ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഇത്തിരി മാത്രമായിട്ട് ഇങ്ങനെ വെള്ളം അങ്ങനെ തൊട്ട് വെച്ചിട്ടല്ലോ, അതന്നെ എന്ത് സ്പീഡിലാണ് ആളുകൾ വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഒരൊറ്റ 3 വീക്കലും വീക്കിങ്ങാണ്ട് എത്ര പറഞ്ഞു കൊടുത്താലും ആളുകൾക്ക് മനസ്സിലാകാത്തൊരവസ്ഥ. മുഴുക്ക തടഞ്ഞു പോയാൽ എന്തോ ഞാൻ പഴച്ചു പോയതായിട്ട് ആൾക്കാർ കണക്കാക്കും. ഒരു ധാരണ. എന്നാ ഒരു കാര്യം മനസ്സിലാക്കാം, ഓരോ ഉദുവിൽ 5 നേരം ഉദു എടുക്കുമ്പോൾ 5 സുന്നത്ത് നമുക്കിങ്ങനെ അറിയാതെ നഷ്ടപ്പെടുകയെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഒരു കർമ്മത്തിന് 10 പ്രതിഫലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കുന്നു. ഖുർആനും പറഞ്ഞിട്ടുണ്ട്, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ഒരു നന്മ ചെയ്താൽ അതിന് 10 കൂലിയാണ്. ഇതൊക്കെ അങ്ങനെ എന്തിനാ പണി? ഈ എങ്ങനെങ്കിലും തടവിക്കോട്ടെ, ശാഖാപരായ കാര്യങ്ങൾക്ക് വേണ്ടി ഇയാൾ തർക്കിക്കുന്നത്, വേറെ അന്താരാഷ്ട്ര എന്തൊക്കെ വിഷയം പറയണ്ട്, അങ്ങനെ പറയുന്നവരുണ്ടായേക്കും. പക്ഷേ നമുക്ക് തടയുന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയത് പോലെ ആയിക്കോട്ടെ, എന്താ കുഴപ്പം? അപ്പൊ നമ്മൾ ആ രൂപത്തിൽ തന്നെ തടവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇതൊരു വിവാദമാക്കിയത്, ഒരു വാദപ്രതിവാദം സംഘടിപ്പിക്കേണ്ട വിഷയാക്കൊന്നുമല്ല. നമുക്ക് കൂലി കിട്ടണോ, നമ്മളത് ചെയ്തേക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയ രൂപത്തിൽ തന്നെ തടവാൻ ശ്രമിച്ച 5 നേരത്തെ ഉദൂയിൽ 50 പുണ്യം നമുക്കുണ്ട്. ഇതാണ് നഷ്ടപ്പെടുത്തിയാലോ? നഷ്ടപ്പെടുത്തിയൊന്നുമില്ല, നമുക്ക് കൂലില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തടവി. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ റഅസഹു ബിയദൈഹി ഫഅഖബല ബിഹിമാ വഅദ്ബറ ബദഅ ബിമുഖദ്ദമി റഅസിഹി ثم ذهب بهما الى قفاه ثم ردهما الى المكان الذي بدأ منه. ബുഖാരി, മുസ്ലിം, തിർമിദി, നസായി ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹിഹായ ഹദീസാണ്. സംശയമൊന്നും ആർക്കും വേണ്ടാന്നർത്ഥം. ചിലപ്പോൾ വഴീഫാണോന്നൊക്കെ സംശയം ഉണ്ടാവില്ല. വഴീഫൊന്നും അല്ല, നല്ല പവന്മാർക്ക് നല്ല തങ്കക്കട്ടി ഹദീസാണ്. എന്തായി പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ റഅസഹു ബിയദൈഹി, തന്റെ തല ബിയദൈഹി ആദ്യം തന്നെ പറയും 2 കൈ കൊണ്ട് കൂടി തടവി. അപ്പൊ ഇതല്ലാന്ന് ഉറപ്പായി, 2 കൈ കൊണ്ട് കൂടി തടവി. എങ്ങനെ അതിന്റെ രൂപം? ഫഅഖബല ബിഹിമാ വഅദ്ബറ, മുന്നോട്ട് കൊണ്ടുപോയി, എന്നിട്ട് പിന്നോട്ട് കൊണ്ടുപോയി, എന്നിട്ട് പിന്നെ മുന്നോട്ടും കൊണ്ടുവന്നു. ഇതെങ്ങനെ? കൈ ആദ്യം ഇവിടെ ഇങ്ങനെ വെച്ചു. ബദഅ, നബി തുടങ്ങി, ബിമുഖദ്ദമി റഅസിഹി, തലയുടെ മുൻഭാഗത്ത്. അപ്പൊ അങ്ങനെ വെച്ചു കയ്യെ. സുമ്മ ദഹബ ബിഹിമാ, എന്നിട്ട് ആ 2 കൈയും കൊണ്ടുപോയി ഇലാ ഖഫാഹു, നബിയുടെ പിരടി വരെ. സുമ്മ റദ്ദഹുമാ, പിന്നീട് ആ 2 കൈയും മടക്കി കൊണ്ടുവന്നു ഇലൽ മക്കാനില്ലദീ ബദഅ മിൻഹു, തുടങ്ങിയ അതേ പോയിന്റിലേക്ക് തന്നെ. ഇതാണ് തലതടവുന്ന രൂപം. അതിപ്പോ ഈ തിരക്കുടിച്ച ജീവിതത്തിൽ മൗലവി പിന്നെ പ്രശ്നമാണ്. കാരണം മുടിയൊക്കെ ചീകി ഒതുക്കുക, റൂമിൽ നിന്ന് എത്ര സമയം നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെ കാട്ടിയാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതിന് ചീർപ്പ് കയ്യിൽ വെക്കുക. വേറെ ഒരു പ്രായോഗികമായ രൂപമില്ല. ഒരു ചീർപ്പ്, ചെറിയൊരു ചീർപ്പ് വേണമെങ്കിൽ ഒരു ദിർഹമിന് ചിലപ്പോൾ 10 കിട്ടുന്ന ചീർപ്പ് ഉണ്ടാവും. ഒരു ചീർപ്പ് വാങ്ങി പോക്കറ്റിൽ വെച്ച് സൗകര്യപൂർവ്വം തല ശരിക്കാ നബി പറഞ്ഞ ആ സുന്നത്തോടു കൂടെ തന്നെ അങ്ങോട്ട് തടവിയിട്ട് അത് മുമ്പൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം വേണമെങ്കിൽ തോർത്തി കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, മുടി സുന്ദരമായിട്ട് ചീകി പിന്നോട്ടാണ് വെച്ചാൽ മതി. ഈ പുണ്യം ഒരിക്കലും അതിന്റെ പേരിൽ ആരും നഷ്ടപ്പെടുത്തരുത്. ഒന്ന്, ഇത് പ്രവാചക തിരുമേനി കണിശമായി പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം. ഇത് ചെയ്താൽ തന്നെ ആ കൂലി കിട്ടുള്ളൂ. ഇനി എത്ര പ്രാവശ്യമാണ് വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉദൂയിലൊക്കെ ഓരോ അവയവങ്ങൾ കഴുകിയെടുത്തും. കൈ കഴുകി, വായിൽ വെള്ളമാക്കി, മുഖം കഴുകി, വലത്തേ കൈ കഴുകി, ഇടത്തേ കൈ കഴുകി, വലത്തേ കാല് കഴുകി, ഇടത്തേ കാല് കഴുകി എന്നൊക്കെ പറയുന്നിടത്ത് പറയുന്നു സലാസ മറാത്തിൻ, സലാസ മറാത്തിൻ, സലാസ മറാത്തിൻ, 3 വട്ടം. എന്നാൽ ആ എല്ലാ ഹദീസുകളിലും മസഹബ റഅസിഹി എന്ന് പറഞ്ഞു, എണ്ണം പറയാതെ പോയി. തല തടവി, എന്റെ എണ്ണം പറയാതെ പോയി. എന്നാൽ വേറൊരു ഹദീസിൽ കണിശമായി തന്നെ പറഞ്ഞു മസഹ മറ, ഒറ്റ പ്രാവശ്യം തടവി. അപ്പൊ എണ്ണം പറയാതൊരു ഹദീസിൽ വരികയും മറ്റൊരു ഹദീസിൽ എണ്ണം പറഞ്ഞുകൊണ്ട് വരികയും ചെയ്താൽ എണ്ണം പറഞ്ഞ ഹദീസിനാണ് പ്രബലത. അപ്പൊ ഒറ്റ പ്രാവശ്യം തടവേണ്ടതുള്ളൂ.
ഒരൊറ്റ പ്രാവശ്യത്തിൽ അപ്പുറം തടവുന്നത് പ്രവാചക തിരുമേനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ന് വരെ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ നമുക്ക് വിശദമായി തന്നെ ഈ കാര്യം കാണാൻ സാധിക്കും. അപ്പൊ തല മുഴുക്കെ തടവുക എന്നുള്ളതും ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തടവി മതിയാക്കുക എന്നുള്ളതുമാണ് പ്രവാചകന്റെ ചര്യ. നബി എല്ലാ അവയവങ്ങളും 3 വട്ടം കഴുകിയപ്പോഴും തല ഒറ്റ പ്രാവശ്യമേ തടവിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹായ അദ്ദേഹത്തിന്റെ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാൻ സാധിക്കും. ബാബു മസ്ഹുർ റഅസി മറ, തല ഒരൊറ്റ പ്രാവശ്യം തടവൽ എന്ന പേരിൽ ഒരു അധ്യായം കൊടുക്കുകയും എന്നിട്ട് ഈ ഹദീസുകളൊക്കെ അദ്ദേഹം വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഒരു ചെവി തടവലും, ചെവി തടവാൻ പ്രത്യേകം വെള്ളമെടുത്തതായിട്ട് തെളിവില്ല. തല തടവിയ അതേ നനവ് കൊണ്ട് തന്നെ ചെവിയും തടവി എന്നുള്ളതാണ്. മസഹബി റഅസിഹി വ ഉദനൈഹി മസ്ഹതൻ വാഹിദ, ഇമാം അഹ്മദും അബൂ ദാവൂദും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഉദു എടുത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലുള്ള ഉദു എടുക്കുന്നത് ഞാൻ അങ്ങനെ നോക്കിക്കണ്ടു. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് തല തടവി, 2 ചെവിയും തടവി, ഒറ്റ തടവല്. അപ്പൊ തലയും ചെവിയും തടയുന്ന രൂപം എന്താണ്? വെള്ളെടുക്കുക, കൈയൊന്ന് കുടയുക, ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ഈ 2 ചൂണ്ടാണി വിരലുകൾ ചെവിയുടെ ഉള്ളിലേക്കും 2 തള്ള വിരലുകൾ കൊണ്ട് ചെവിയുടെ പുറഭാഗവും തടവുകയും ചെയ്യുക. ഇതോടുകൂടെ തലയും ചെവിയും തടവലായി. അതിന്റെ ശേഷം പിന്നെ കാല് കഴുകലാണ്. കാല് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, കാല് കഴുകുമ്പോൾ പല ഭാഗത്തും നമ്മൾ വെള്ളം നനയാതെ പോകും. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് നല്ലത് കൈ കൊണ്ടൊരച്ച് കഴുകലാകുന്നു. എന്താണ് കാരണം? കൈ കൊണ്ടൊരച്ച് കഴുകിയാലേ ചില ഭാഗങ്ങളിൽ വെള്ളം ചേരും. അല്ലെങ്കിൽ നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് ഇങ്ങനെ തീയിന് വീശി കൊടുത്താൽ, അല്ലെങ്കിൽ കാലിങ്ങനെ വെച്ചു കൊടുത്താൽ ചിലപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ചിലപ്പോൾ കൃത്യമായിട്ട് നനഞ്ഞോളണമെന്നില്ല. എന്തേ കാരണം? ഒരു ഇത്തിരിയെങ്കിലും നനയാതെ പോയാൽ അതെന്റെ നിസ്കാരത്തെ ബാധിക്കും എന്നുള്ള പേടി നമുക്കുണ്ടാകണം. എന്തേ കാരണം? ഇതിപ്പോ അത്ര ജാഗാവരല്ല, ഒരു ഇത്തിരി ഒരു ഭാഗം, ഇപ്പൊ ഒരു നഖത്തിന്റെ ഒരു ഭാഗത്താണ് വെള്ളം ചേർന്നില്ല, എന്നാ എന്താ അങ്ങനെ സ്വീകരിക്കാത്ത പടച്ചവനാണെങ്കിൽ നാണ് പോട്ടെ, അങ്ങനെ വിചാരിക്കണോ? വിചാരിക്കണ്ട. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ ഇതൊക്കെ വലിയ പ്രശ്നമായിരുന്നു, വലിയ കാര്യമായിരുന്നു. എന്തായിരുന്നു തെളിവ്? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, رجعنا مع رسول الله صلى الله عليه وسلم من مكة إلى المدينة حتى إذا كنا بماء بالطريق تعجل قوم عند الأسر فتوضأوا وهم رجال فانتهينا إليهم وأعقابهم تلوح لم يمسها الماء فقال رسول الله صلى الله عليه وسلم ويل للعقاب من النار أسبغوا الوضوء رواه مسلم. മുസ്ലിം നിവേദനം ചെയ്ത സഹീഹായ ഹദീസാണ്. എന്താണ്? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾ നബിയോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞിട്ട് മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ വഴിക്ക് വെച്ചിട്ട് ഒരു വെള്ളമുള്ള പ്രദേശം കണ്ടപ്പോൾ കുറച്ച് ആൾക്കാരെ അസറിന്റെ സമയപ്പോൾ ധൃതിപ്പെട്ടു ഉതുടുത്തു. അങ്ങനെ ഞങ്ങളും അങ്ങോട്ട് എത്തി. ഇവർ ധൃതിയിൽ ഉതുണ്ടാക്കിപ്പോയി. ഞങ്ങളും അവിടെ ഒന്ന് ഉതുടുത്ത് നോക്കുമ്പോൾ, ഇവരുടെ അടുത്ത് എത്തി നോക്കുമ്പോൾ വാഴക്കാബും തലൂട്ടും, ഇവരുടെ കാലിന്റെ ഈ മടമ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. എന്താ തിളങ്ങുന്ന പറഞ്ഞല്ല, യമസ്തഹൽ മാവ്, വെള്ളം തൊട്ടിട്ടില്ല, വെള്ളം തൊടാത്ത ചില ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൽ ലിൽ അഖാബി മിനന്നാർ, കാലുകൾ മടമ്പുകൾ സൂക്ഷിച്ചു കഴുകാത്ത ആളുകൾക്ക് നരകമാകുന്നു, നരകമാകുന്നു. അതുകൊണ്ട് അസ്ബിഗുൽ വുദു, വുദു സമ്പൂർണ്ണമാക്കണം, വുദു സമ്പൂർണ്ണമാക്കണം എന്നിങ്ങനെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. വേറെ ചില റിപ്പോർട്ടിൽ കാണാം വൈലുൽ ലിൽ അഖാബി വബുതൂനിൽ അഖ്ദാബി മിനന്നാർ, കാലുകളുടെ മടമ്പുകൾ സൂക്ഷിച്ച് കഴുകാത്തവർക്കാണ് നാശം. അതേപോലെ തന്നെ കാൽപാദങ്ങളുടെ ഉള്ളും, കാലിന്റെ ഉള്ളില്ലേ ഉള്ളങ്കാൽ, അവിടെയും വെള്ളം ചേരാൻ പ്രയാസമാവും, അവിടെയും സൂക്ഷിച്ച് കഴുകാത്തവർക്ക് നരകമാകുന്നു എന്ന് ചില ഹദീസുകളിൽ കാണുന്നു. ഒരു ഇത്തിരി സ്ഥലമെങ്കിലും എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള തെളിവ് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അഖ്ബറനി ഉമർ ഇബ്നുൽ ഖത്താബ് അന്ന റജുലൻ തവല്ലഅ ഫതറക മൗളിയ ദുഫരിൻ അലാ ഖദമിഹി ഫഅബ്സറഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇർജി ഫഅഹ്സിൻ വുദൂഅക ഫറജഅ ثم صلى. ഇതും റവാഹു മുസ്ലിം, മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുന്നു, എന്നോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറഞ്ഞു തന്നു. എന്തേ സംഭവം? ഒരാൾ തവല്ല, അയാൾ ഉദുവെടുത്തു, തറക്ക, അയാൾ ഒഴിവാക്കിയിട്ടു, മൗലിയ ദുഫരിൻ അലാ ഖദമിഹി, അദ്ദേഹത്തിന്റെ കാലിന്മേൽ ഒരു നഖത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി സ്ഥാനം, നഖത്തിന് വലിയ സ്ഥാനം ഉണ്ടല്ലോ, ഒരു ഇത്തിരി സ്ഥാനം വെള്ളം തട്ടാതെ ബാക്കിയായി കണ്ടപ്പോൾ ഫഅബ്സറഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അത് കാണുകയും ചെയ്തപ്പോൾ ഫഖാല, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇർജി, മടങ്ങിപ്പോ, ഫഅഹ്സിൻ വുദൂഅക, വേറെ ഉദുണ്ടാക്കി വാ, ഉദു നന്നാക്കി വാ. അങ്ങനെ ആ മനുഷ്യൻ മടങ്ങി പോകേണ്ടി വന്നു. ഫറജ, അദ്ദേഹം മടങ്ങിപ്പോയി വേറെ ഉദു എടുത്തിട്ട് സുമ്മ സല്ലാ, പിന്നീട് അദ്ദേഹം നിസ്കരിച്ചു. അപ്പൊ ഒരു ഇത്തിരി അല്ലേ എന്ന് വിചാരിച്ചാൽ ഇസ്ലാമിൽ ഇതിന് ഇളവൊന്നുമില്ല.
ഇത്തിരിയും വളരെ ഗൗരവത്തോടുകൂടെ കാണണം. അപ്പൊ ഈ കാര്യത്തെ സംബന്ധിച്ച് അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പിന്നെ എത്ര